ഹായ് സർ, നമ്മളിപ്പോ ഉള്ളത് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സിന്റെ എക്സ്പീരിയൻസ് സെന്ററിലാണ്. ട്രിവാൻഡ്രത്തുള്ള 3rd ഷോറൂമിലാണ് എത്തിയത്. ഞാൻ അറ്റ്ലസുമായിട്ട് ഒരു നീണ്ടകാല പരിചയവും അതിലുപരി ഒരു ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ബിസിനസ് കൊടുക്കൽ വാങ്ങലുള്ള ഒരു കമ്പനിയാണ് നിങ്ങളുടേതും അറ്റ്ലസും തന്നെ. അപ്പം ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അറ്റ്ലസിന് വിശ്വസ്തയോടൊരു കാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ അറ്റ്ലസിനെയാണ് ഏൽപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസ്, പ്രൊഡക്റ്റ്, ഷെഡ്യൂളിങ്, ആഫ്റ്റർ സെയിൽസ് സർവീസ് ഇത് ഞങ്ങൾ നന്നായിട്ട് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ബ്ലൈൻഡായിട്ട് തന്നെ, കാരണം ഞങ്ങളിപ്പോൾ ബിൽഡർ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട് ചെയ്തു തരുന്ന ആരാണോ അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു ആശയവും കമ്പനിക്കുണ്ട്. അങ്ങനെ എപ്പോഴും ഫസ്റ്റിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് അറ്റ്ലസ്. ഇതിന്റെ ക്ലയന്റ് തന്നെയാണ്. അത് മാത്രമല്ല, ഇതിപ്പോ ഒരു 3rd ഷോറൂം ട്രിവാൻഡ്രത്ത് ഇപ്പൊ ഇനാഗ്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ ഡെമോ ഒരു സാറെല്ലാം കണ്ടു കഴിഞ്ഞു. കിച്ചൺ, ഡൈനിങ്, അതുപോലെ നേരത്തെ പറഞ്ഞില്ല. അതായത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നോവേഷൻ, ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തമാണ്. ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതിൽ തന്നെ ഉണ്ട്, അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കും. അപ്പൊ അതിൽ അറ്റ്ലസ് നന്നായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കിപ്പോ ഇതേ കണക്ക് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യത്തക്ക രീതിയിൽ മേക്ക് ചെയ്യും. പക്ഷെ ഇതിന് ഇന്നോവേറ്റീവായിട്ട് നിലനിൽക്കുന്നത് അതിനപ്പുറമായിട്ട് അതിനകത്ത് എന്ത് കൊണ്ടുവരാം, അത് നന്നായിട്ട് ഇതിന്റെ MD ഷാജഹാൻ സാറ്, ഇദ്ദേഹം നന്നായിട്ട് ഇത് പഠിക്കുകയും ഇതിനു വേണ്ടി നന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. പല എന്ത് എക്സിബിഷൻ ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ടെക്നോളജിയെ കുറിച്ചാണെങ്കിലും ഒരുപാട് മെനക്കെട്ട് ഇത് പഠിച്ചു കൊണ്ടുവന്ന് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ചിലപ്പോൾ നഷ്ടമായിരിക്കാം, കാരണം ഒരു ടെക്നോളജി ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കോസ്റ്റ് കൂടുതലായിരിക്കാം. അത് അത്രത്തോളം മാർക്കറ്റ് താങ്ങണമെന്നില്ല. അപ്പൊ അതിനെ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവസരങ്ങളിൽ പലതും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിന് ഫ്യൂച്ചർ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതി, അതിൻ്റെ ഡ്യൂറബിലിറ്റി, ഇതൊക്കെ കൊണ്ട് ഇവർക്ക് നല്ല മാർക്കറ്റ് കിട്ടുന്നുണ്ട്, എനിക്കറിയാം നന്നായിട്ട്. പിന്നെ ഇവർ ഓൺ ഫാക്ടറിയിൽ ഇവർക്ക് ചെയ്യാവുന്ന അത്രയും ക്വാളിറ്റിയിൽ ചെയ്ത് തരുന്നുണ്ട്. അത് ഈ ഇന്നോവേഷൻ എന്ന് പറയുന്നതാണ് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത്. പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഈ റീസെന്റ് ഒരു 10 വർഷത്തിന് മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് സ്റ്റൈൽ ഓഫ് ഹൗസിങ് അല്ലായിരുന്നു നമ്മുടെ. നമുക്ക് താമസിക്കാനൊരു സ്ഥലം, നമുക്ക് ഫുഡും മറ്റ് ആവശ്യങ്ങളും എല്ലാം നടത്തുന്നതിനുള്ള ഒരു സ്ഥലം, നമ്മുടെ തുണി അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ക്ലീനിങ് എല്ലാം അതിന് വേണ്ട സൗകര്യം. ഇന്ന് അതെല്ലാം മാറിയിട്ട് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളായിരുന്നു. അത് വീടായിട്ട് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് ഓരോ വ്യക്തികളും നമ്മളുടെ 5 സ്റ്റാർ 7 സ്റ്റാർ കിട്ടുന്ന ഹോട്ടലിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് സ്വന്തം വീട്ടിൽ വിളക്കി ചേർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല കമ്പനികളും സ്തുതിയാർഹമായ സേവനം കാഴ്ചവെക്കുന്നുണ്ട്. ഭയങ്കരമായ കോമ്പറ്റീഷനുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും ഇത് ചെയ്താൽ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണമെങ്കിൽ നല്ല നല്ല കമ്പനികൾ കൊടുക്കാതെ പകുതി വഴി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്ന മെയിൻ ഒരു പ്രശ്നം. പിന്നെ നമ്മൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് ചെയ്യിക്കേണ്ടി. അതിൽ വളരെ കൃത്യതയോട് എടുത്തവർക്ക് ചെയ്തു തീർത്തു. ദാറ്റ്സ് ഗുഡ്. അത് തന്നെയാണ് ഒരു ക്ലയന്റ് എന്നുള്ള നിലയിൽ അറ്റ്ലസിനെ കുറിച്ച്. ക്ലയന്റ് എന്ന് മാത്രമുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ സൊസൈറ്റിയുടെ പരിച്ഛേദം, ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യത്തിന്റെ അടുത്ത ലെവൽ, അത് അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഈ റോഡിനെ ഞങ്ങൾ വിളിക്കുന്ന ന്യൂ ട്രിവാൻഡ്രം, കഴക്കൂട്ടം തൊട്ട് ഈഞ്ചയ്ക്ക് വരെ ഞങ്ങൾ ബിൽഡേഴ്സ് വിളിക്കുന്ന ന്യൂ ട്രിവാൻഡ്രം. കാര്യം പുതിയ ഫാമിലികൾ രൂപാന്തരപ്പെട്ട് വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അവർക്ക് എന്തായാലും ശരി, അവരുടെ വർക്ക് പ്ലേസ്, അവരുടെ എൻജോയ്മെന്റ് പ്ലേസ്, അവരുടെ റിസൈഡിങ് പ്ലേസ്, ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറെന്റ് കൺസെപ്റ്റാണ്. അവർക്ക് ആ ഒരു സ്റ്റാർ ഫെസിലിറ്റി ഉള്ള
ഒരു സെറ്റപ്പ്. അത് മൂവ്മെന്റ് ആണെങ്കിലും ശരി, താമസ സ്ഥലമാണെങ്കിലും ശരി, വർക്ക് പ്ലേസ് ആണെങ്കിലും ശരി. അപ്പൊ ആ ഒരു കൺസെപ്റ്റിന് പൈസ ചെലവഴിക്കണം. പണ്ടത്തെ ഒരു ജനറേഷൻ പൈസയെ സേവ് ചെയ്തിരുന്നപ്പോൾ ഇന്നത്തെ ജനറേഷൻ സ്പെൻഡിങ് കൾച്ചറാണ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കും. ഇവിടെ ഒരുപാട് പ്രീമിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സാർ കണ്ടത്. എന്തെങ്കിലും ഇപ്പോ സാറിന് റിനോവേറ്റ് ചെയ്യണം, അതായത് ഇപ്പൊ ചെയ്തേക്കുന്നതിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് റിനോവേഷൻ. അതായത് ഇതിന് ഇനിയും ഒരുപാട് അപ്ഡേഷൻസ് വരാനുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മളിവിടെ സംസാരിച്ചപ്പോ പറഞ്ഞു, ഈ വീട് ഇത് കാണുമ്പോൾ ഇനി ഒരു വീട് മേടിക്കണം, 100% വീട് മേടിക്കണം. നമ്മൾക്കെല്ലാം താമസിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, വീടെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ സ്കിന്നിനകത്ത് വരുത്താവുന്ന മാറ്റങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് വീടുള്ളവർക്ക് ഈ കൺസെപ്റ്റിലോട്ട് പോവാം. മനസ്സിലായില്ലേ? അതിന് യാതൊരു സംശയമില്ല. ഇനി ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതാണ്. എക്സിസ്റ്റിങ്ങിനെ റീവാമ്പ് ചെയ്യാം, ന്യൂ ആക്കിയെടുക്കാം. ആ കൺസെപ്റ്റിന് നന്നായിട്ട് മാർക്കറ്റിലല്ല ജനങ്ങളിലെത്തിയാൽ അവരുടെ കോസ്റ്റ് കുറയും. അല്ലെങ്കിൽ എൻ്റെ വീട് ഇതുപോലെ വേറൊരെണ്ണം വേണം എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഈ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ഒരു 90% ആൾക്കാരും കൂടി വീട് വാങ്ങാൻ ഒറ്റ പ്രാവശ്യം നടക്കുന്ന ഒരു കാര്യം, കല്യാണം കണക്ക്. മനസ്സിലായില്ല? ഒരു ഡ്രീമാണ്. പക്ഷെ ഇതിനെ നമ്മള് ഇന്റർനാഷണലി ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷമുള്ള ഇതിന് ലൈഫ്. 5 വർഷം കഴിയുമ്പം ഈ ടെക്നോളജിയും ഈ ഇന്നോവേഷനും മാറിയിട്ട് അടുത്ത സ്കിൻ വരെയാണ്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം ചെയ്താൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട്, നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു 15 വർഷം ഓടും. സീരിയസ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ നമ്മളും കംഫർട്ടായിരിക്കും, നമ്മളുടെ മൈൻഡ് സെറ്റും അത് ഉൾക്കൊള്ളും. ഒരു 15 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു റീപ്ലേസ്മെന്റ് ആണ്. സ്ട്രക്ചർ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. ഈ റീപ്ലേസ്മെന്റ് കറക്റ്റായിട്ട് നല്ല സ്റ്റുഡിയോകളിൽ കൊടുത്താൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല സ്റ്റുഡിയോ തന്നെയല്ലേ? ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ.